അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിങ്ങളെ പരീക്ഷിക്കും. അള്ളയല്ലേ പറഞ്ഞേ എങ്ങനെയാണ് ഒരു വിശ്വാസിയെ ഞാൻ പരീക്ഷിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരി الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞ ഉസ്താദെ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും ഉസ്താദെ. എന്തിനാ ഉസ്താദെ? അല്ലാഹു എനിക്ക് പ്രയാസം തന്നെ. ഞാൻ എവിടെ വഴങ്ങുണ്ടെങ്കിലും ഏത് മജ്‌ലിസിനോടിനും ഏത് നല്ല കാര്യത്തിന് എന്റെ കയ്യിലുള്ളത് കൊടുക്കുന്നതാ. ഒരു വഖത്ത് പോലും ഞാൻ ഖളാക്കൂല. ഞാൻ സുന്നത്ത് നോമ്പ് പിടിക്കും. ഞാൻ എല്ലാ കാര്യം എത്ര ഖത്ത് ഓതുന്നു ഉസ്താദെ, എത്ര സ്വലാത്ത് പറയുന്നു, എന്നിട്ടും അല്ലാഹു എന്താ എന്നോട് ഇങ്ങനെ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പറയരുത്. പലരും വിചാരിച്ചിരിക്കുന്നത് അല്ലാഹുക്കെന്തോ എന്നെ വല്ലാത്ത വൈരാഗ്യം എന്നോട് എന്തോ അള്ളാഹിക്കൊന്നും ദേഷ്യം, അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യണേ. എത്ര കൊല്ലമായി ഉസ്താദ് കല്യാണം കഴിഞ്ഞിട്ടും മക്കളില്ല. കരഞ്ഞ് നടക്കാം, കരഞ്ഞ് ദുആ ചെയ്ത് നടക്കാൻ മക്കളില്ല. അള്ളാഹു പടച്ചവൻ അങ്ങനെ പരാതി പറയുന്നവരുണ്ട്. ഒരിക്കലും നിങ്ങളെ വെറുത്തിട്ടല്ല, നിങ്ങളത് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അള്ളാഹിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് മനസ്സിലാക്കുക. നീ അല്ല വിചാരിക്കുന്നു അള്ളാഹുവിന് സന്തോഷം തരുന്നതിനേക്കാൾ ഇഷ്ടം വേദനിപ്പിക്കുന്നു. അങ്ങനെയാണല്ലോ, വേദനിപ്പിച്ചിട്ട് സന്തോഷം കിട്ടുമ്പോഴേ അതിലൊരു സുഖം ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയാണ്? കള്ളുകുടിയന്മാരെ, കാഫിരീങ്ങളെ, അല്ലെങ്കിൽ നിസ്കരിക്കാത്തവനെ അല്ല. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്കാണ്. നബി മുഹമ്മദ് മുസ്തഫ. ആദം നബിക്ക്, നൂഹ് നബിക്ക് ചരിത്രം എടുത്ത് നോക്ക്. ആദം നബി, നൂഹ് നബി, മൂസാ നബി, ഈസാ നബി, ഇങ്ങനെ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെയാ അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിന്റെ നേതാവാണ് ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത്. എന്റെ സ്നേഹമില്ലാത്തോണ്ടാ? നിങ്ങൾ ആലോചിച്ച് വെക്കുക. പാപ്പാനെ കണ്ടോ മുത്തുനബി? തന്റെ വാപ്പാനെ ഒന്ന് കാണാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ. ജനിച്ചപ്പോഴേ യതീമായിട്ട് ജനിച്ചു. തന്റെ ഉമ്മാനെ ഒന്ന് നേരെ സ്നേഹിക്കാൻ പറ്റിയോ? കണ്ടു കൊതിതീരുന്നതിന് ഉമ്മ പോയില്ലേ? പിന്നെ താങ്ങും തണലുമായി നിന്ന് ഓരോന്നായി പോയില്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്തു നോക്ക്. ഉമ്മയുടെ വീട്ടുകാരൻ കൈയൊടിഞ്ഞു, വാപ്പയുടെ വീട്ടുകാരൻ കൈയൊടിഞ്ഞിട്ട് എത്ര കാലം നടന്നു. നമ്മൾ ആരെങ്കിലും വിശന്നിട്ട് പച്ചില പറിച്ചു തിന്നിട്ടുണ്ടോ? മനുഷ്യ റസൂലുള്ളാഹി കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷേബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ കിടന്നിട്ട് പുല്ലുകൾ, മരത്തിന്റെ ഇലകളും പറിച്ച് കഴിച്ചിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചെന്ന 3 കൊല്ലം 3 ദിവസമല്ല. ചരിത്രം പറയുന്നുണ്ട്, ഇലയുടെ മുകളിലൂടെ നടന്നു പോയ പുഴുവിനെ പോലും എടുത്ത് കഴിച്ചെന്ന വിഷമം സഹിക്കാൻ പറ്റാതെ. എന്റെ പ്രിയമുള്ളവരെ, എത്ര മക്കളെ ഖബറടക്കി ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. 7 മക്കളെ ഖബറടക്കി. 1 2 അല്ല. നിങ്ങൾ ആലോചിക്കും, തന്റെ പൊന്നാര മക്കളെ എത്ര എണ്ണത്തിനെയാ ഖബറടക്കിയത്? ഒരെണ്ണത്തിന് പനി വന്നാൽ നമുക്ക് സഹിക്കൂ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മക്കളെ ഒരുപാട് പേരെ ഖബറടക്കിയ വാപ്പയല്ലേ? എത്ര പീഡനങ്ങൾ സഹിച്ചു. വയറ്റത്തിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്ന മനുഷ്യ. തന്റെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിക്കെട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ മുത്തുനബി നടന്നില്ലേ? ഇത്രയും അല്ലാഹു എന്തിനാ കണ്ണീര് കുടിപ്പിച്ച്? വെറുത്തത് കൊണ്ടാ? നിങ്ങൾ പറ, വെറുത്തത് കൊണ്ടാ? അല്ല, സ്നേഹം കൂടിയത്. അത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രയാസമോ ദുഃഖമോ ദുരിതമോ ഇല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തരുത്. നീ അല്ലാഹുവിനോട് പരാതി പറയരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല യലമൽ ജസാഉ മഅ യലമൽ ബലാഉ ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ടോ?
ഉണ്ടോ? എന്താ പറയാ, കയറ്റത്തിന് ഇറക്കത്തിന് എന്താ പറയുക, റോഡിൽ കൂടെ പോകുമ്പോ ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കം ഉണ്ടോ? പറ, ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉറക്കപ്പുറം ഉണ്ടോ? ഉണ്ട്. ദുഃഖം കഴിഞ്ഞാൽ സന്തോഷമുണ്ടോ? ദുഃഖം കഴിഞ്ഞാൽ സന്തോഷമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നിനക്ക് അല്ലാഹു ഇപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ? അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും എന്തേ ദുഃഖം തന്നിരിക്കുന്നേ? സന്തോഷം തരാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു നിനക്ക് ഇപ്പൊ ദുഃഖം തന്നിരിക്കുന്നത് എന്തോ നല്ലത് തരാനാണ്, നീ ഇതിനെ വിഷമിക്കണം. പറഞ്ഞ് മുത്തുനബിയല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഭയപ്പെടേണ്ട, അള്ളാഹു നിന്റെ കൂടെയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുക, അള്ളാഹു പല പരീക്ഷണം തരും. നിനക്ക് പട്ടിണി തരും, നിന്റെ മക്കൾക്ക് രോഗം തരും, നിനക്ക് കടം തരും, ചിലപ്പോ വീട് തരൂല, ചിലപ്പോ നിന്റെ മക്കൾ മരിച്ചു പോകും, മക്കളുടെ മയ്യത്ത് കൊണ്ടുപോയി കവരുടെ കണ്ട അവസ്ഥ തരും. ഇതൊക്കെ വലിയ വേദനയുള്ള കാര്യം. ഇതെല്ലാം അല്ലാഹു നിനക്ക് തരുന്നത് നിന്നോടുള്ള വെറുപ്പ് കൊണ്ടോ ദേഷ്യം കൊണ്ടോ അല്ല, നിനക്ക് സ്വർഗം തരാനാണ്. കാരണം മുത്തുനബി കിടക്കുന്ന സ്വർഗമല്ലേ സിറാജ് ഉദിക്കുന്നത്. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന അതേ സ്വർഗമല്ലേ ഈ പാവപ്പെട്ട ഞാനും ചോദിക്കുന്നത്, നിങ്ങളും ചോദിക്കുന്നത്. കിട്ടുമോ? ഒന്ന് പറ, ഈമാൻ ഉണ്ടെങ്കിൽ പറ, കിട്ടൂല. എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോയ വഴിയിലെ ഒരു മണ്ണാകാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് അതേ സ്വർഗം അല്ലാഹു തരണമെങ്കിൽ വെറുതെ ഒന്നും കിട്ടൂല. ഇത്തിരി കഷ്ടപ്പാടുണ്ട്, ഇത്തിരി ദുഃഖം അനുഭവിക്കേണ്ടി വരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യം ആരോടും പറയരുത്. 4 കാര്യങ്ങൾ ആരോടും പറയരുത്, നീ മറച്ചു വെക്കണം. അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 കാര്യം ആരോടും പറയരുത്, മറച്ചു വെക്കണം. 4 കാര്യങ്ങൾ നീ മറച്ചു വെച്ചാൽ അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിധി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക? ചിലരൊക്കെ ഭൂമിയിൽ അടിയുന്ന കിട്ടൂല നിധി. ദുനിയാവിലെ നിധിയല്ല. അതാർക്ക് വേണം? ദുനിയാവിലെ നിധി നമുക്ക് നിധിയൊന്നും വേണ്ട. നമുക്ക് എവിടെയാ നിധി കിട്ടേണ്ടത്? സ്വർഗത്തിന്റെ നിധി. അള്ളാഹു നൽകുമാറാകട്ടെ. 4 കാര്യങ്ങൾ ഇന്നു മുതൽ ആരോടും പറയാതെ മറച്ചു വെക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മറച്ചു വെക്കോ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 11 മണിയായപ്പോൾ 10:45 അരമണിക്കൂറും കൂടി ഇരിക്കൂലേ? ബക്കറ്റ് പിരിവെടുക്കാൻ പിരിവില്ലാത്തതുകൊണ്ട് ബക്കറ്റ് പിരിവേറ്റ അവസാനം കേട്ടോ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർക്കത്ത് ദുആ ചെയ്യണമെന്ന് മുത്തുനബിയല്ലേ പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശുഹ്റ റമളാൻ. അപ്പോൾ പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നപ്പോൾ ബർക്കത്ത് ദുആ ചെയ്യേണ്ട മാസമാണ് ഇനിയുള്ള 2 മാസം. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബർക്കത്ത് വേണോ? വേണമെന്നുണ്ടെങ്കിൽ ബർക്കത്ത് വാങ്ങാൻ പോവാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന 3-4 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, ഏത് വീട്ടിലാണോ തമ്മിലടിയുള്ളത് ആ വീട്ടിലെ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ഏത് വീട്ടിലാണോ തർക്കമുള്ളത് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും എപ്പോ നോക്കിയാലും തല്ല.
ഭാര്യയും ഭർത്താവ് എപ്പോ നോക്കിയാലും തല്ല്, കൂടെ പുറത്തുകൾ തമ്മിൽ തല്ല്. എടാ മോനെ, എന്റെ വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയ വീടിനകത്ത് കിടന്ന് ഭാര്യയും ഭർത്താവും ശത്രുവിനെ പോലെ തമ്മിലടിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടിലെ ഐശ്വര്യം പോയി. മക്കള് കൂടപ്പുറപ്പുകൾ തമ്മിൽ പടച്ചോനെ തമ്മിലടിക്കുന്നവരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ബറക്കത്ത് കിട്ടാൻ, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനമല്ല. അത് അള്ളാഹു നൽകേണ്ട കാര്യമാണ്. അത് പടച്ചവൻ നൽകുന്ന ഒരു നിഅമത്താണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ, ബറക്കത്ത് നൽകുമാറാകട്ടെ, ബറക്കത്ത് നൽകുമാറാകട്ടെ. ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് നോക്കിക്കൂടെ? പിണങ്ങിയിരിക്കാതെ പറ മനുഷ്യന്മാരെ, നോക്കിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ, ഉറക്കെ പറ. ഒന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഇത്ര ആയിരക്കണക്കിന് ആൾക്കാർ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. കാണാനുള്ള കൊതിയുണ്ട്. നിങ്ങളൊക്കെ വീട്ടിൽ ടി വി ഉണ്ടോ? ടി വി ഉണ്ടോ? 2 ഉണ്ട് ഉസ്താദേ. ഇങ്ങനെ 2. കാരണം എല്ലാവരും അങ്ങനെയാണല്ലോ, പുരോഗതി. സൗകര്യക്കുറവ്. ആടിനെ വളർത്താൻ സൗകര്യം, പണ്ടത്തെ സൗകര്യം ഉണ്ടായിരുന്നപ്പ. പണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിക്കേ, ഇന്ന് നമ്മുടെ വീട് എന്തറിയോ? പണ്ട് ഒരു റൂമും പ്രത്യേക അടുക്കള ഉണ്ടോ? എല്ലാം ഒന്നും. അന്ന് അടുക്കള. ഇന്ന് വീട് പുരോഗതി എന്ന് പറഞ്ഞാൽ വികസനം നമ്മുടെ വീടിന്റെ അകത്ത് വരെ കയറിയില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പണ്ട് പ്രായമുള്ളവരിപ്പുണ്ട്, ഞാൻ ചോദിക്കട്ടെ, പണ്ട് വീടിന്റെ അകത്ത് അടുക്കള, വീടിന്റെ അകത്താണ് അടുക്കള. അടുക്കളയിൽ വീടിന്റെ അകത്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും. ബാത്റൂം എവിടെ ആയിരുന്നു? വീടിന്റെ വെളിയിൽ. പണ്ടേതെങ്കിലും വീടിന്റെ അകത്ത് ബാത്റൂം ഉണ്ടോ? ഇല്ല. വീടിന്റെ അകത്ത് അടുക്കള, അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി വീടിന്റെ അകത്തിരുന്ന് കഴിക്കും. വിസർജനം നടത്താൻ വീടിന്റെ പുറത്തു പോകും. ഇന്നും അടുക്കള വീടിന്റെ പുറത്ത്, ബാത്റൂം ബെഡ്റൂമിന്റെ അകത്ത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇന്ന് കടയിൽ പോയി തിന്നും, ഹോട്ടലിൽ പോയി വയറ് നിറച്ച് തിന്നിട്ട് അത് കളയാൻ വീടിന്റെ അകത്ത് വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുരോഗതി, വികസനം എവിടെ വരെ എത്തി? സഹോദര, എന്റെ ചെറുപ്പക്കാരോട് പറയാം, മക്കളെ, വീട്ടിൽ ഒരു അടുക്കള മതി. ചെറിയ അടുക്കള, വലുത് വെക്കരുത്. വീട്ടിൽ ഒരു അടുക്കള. ഇന്ന് വീടിനകത്ത് 2 പുറത്തൊന്ന് 3 അല്ലേ? ഇന്ന് വീടിനകത്ത് ആർക്ക്? ഒരു പെണ്ണിന് 3 മക്കൾക്ക് ഉത്തരവേ ഉള്ളൂ. ആകെ ഉള്ളത് നീയും നിന്റെ ഭാര്യയും 2 മക്കളും. നിനക്ക് 3 അടുക്കള, ഓരോന്നിനും ഓരോ മക്കൾക്ക് ഒരു അടുക്കള. ചിന്തിച്ചു നോക്കിയാൽ. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാ, മോനെ, വീടിന്റെ അകത്ത് ഒരു ചെറിയ അടുക്കളയെ വെക്കാവൂ. കാരണം വീടിന്റെ അകത്ത് അടുക്കള, പണ്ട് ചെറിയ ഒരു അടുക്കള നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹബന്ധം ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്കൊക്കെ ജ്യേഷ്ഠന്റെ ഭാര്യ, അനുജന്റെ ഭാര്യ, എല്ലാവർക്കും സ്നേഹമുണ്ടായിരുന്നു, ബന്ധം. കാരണം എന്തേ? ആ ഒരു ചെറിയ അടുക്കളക്കകത്ത് കിടന്നിട്ട് ഇങ്ങനെ ഓടി പഠിച്ചു എല്ലാവരും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, അകന്നുപോയി. അതുകൊണ്ട് ആർക്കും സ്നേഹബന്ധവും ഇല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ല, ഭാര്യ പറയുന്നത് അടുക്കള 2 ഏക്കറിൽ വേണമെന്ന്, വലിയ അടുക്കള വേണം, കെട്ടിക്കൊടുത്തേക്കരുത്. ചെറിയ അടുക്കള മതി, എങ്കിലേ സ്നേഹബന്ധം നിലനിൽക്കത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വെടി കൊണ്ടതുപോലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്താ ഇയാൾ ഇങ്ങനെ പറഞ്ഞത്? കണ്ണുതല്ലിരിക്കണേ. മനുഷ്യൻ കോഴിയെ വളർത്തിയ ബറക്കത്തുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിനും വീട്ടിൽ സ്ഥലമില്ല അല്ലേ?
അതിനും വലിയ സ്ഥലമില്ലല്ലോ. കാരണം സൗകര്യമില്ല സ്ഥലം. കാരണം കോഴിക്ക് 1 ഏക്കർ വേണമല്ലോ അല്ലേ? കോഴിക്ക് 1 ഏക്കർ. ഫ്ലാറ്റിൽ കിടക്കുന്നവൻ എന്ത് കോഴി? ഞാൻ ഇപ്പൊ എന്റെ കൂടെ നമ്മുടെ ഫാറൂഖുകളെ ചോദിച്ച് എന്തിനാ ഇപ്പൊ എങ്ങനെയാണ് ഫ്ലാറ്റിലെ ജീവിതം എന്തിപ്പാ? ഒന്ന് തുപ്പണമെങ്കിൽ വല്ലവന്നെ മേടിക്കാം, വണ്ടി ഇടണമെങ്കിൽ അതിന് എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടിരിക്കുക. ഒന്ന് തുപ്പണമെങ്കിൽ നോക്കണം ആരുടെയും തലയിൽ വണ്ടി കൊണ്ടിരുന്നെങ്കിൽ അതിന് സ്വന്തമായിട്ട് ഒരു കാലിനടി ചവിട്ടണ മണ്ണ് പോലും സ്വന്തമായിട്ടില്ല. അള്ളാഹു എല്ലാവർക്കും നല്ല വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 2 കോഴിയെ വളർത്തണം. 3 രണ്ടെണ്ണം ഇനി പറ്റത്തില്ലെങ്കിൽ ഇതിന് സൗകര്യം ഉണ്ടോ നോക്കാം. 3-ാമത്തെ കാര്യം ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഈ ആട്ടുകളിൽ ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുകൾ, എന്നാൽ ഈ പണ്ട് അരിയൊക്കെ അതിനൊക്കെ വെള്ളത്തിലിട്ടിട്ട് അതിനൊക്കെ ഈ ഗ്രൈൻഡറിന്റെ ജോലി ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു പണ്ട്. അതിനെന്താ പറയുക? മനസ്സിലായ നിങ്ങളുടെ ആരുടെ വീട്ടിലാ കല്ലുള്ളതെന്ന് പറ. ഒന്ന് കൈവെക്ക. ആരുടെ വീട്ടില മകനെ പെണ്ണുങ്ങളുടെ അടുത്ത് ഉമ്മാടുത്ത് മോള് ചോദിക്കാതെ ഏത് സാധനം ഉമ്മാണ്? കാരണം ഇല്ല. മനുഷ്യൻ ഈ മെഷീൻ ഉണ്ടാക്കണത് കൈ കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഉമ്മ പണ്ട് അരിയൊക്കെ വാരിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ആട്ടിയിട്ട് ദോശയൊക്കെ ചുറ്റരുമേ, എന്നാ ടേസ്റ്റ് ഇല്ലേ? ആ കല്ല് നിന്റെ വീട്ടിൽ ഉണ്ടോ? വറക്കത്തുണ്ട്. ഇല്ലെങ്കിൽ നാളെ മംഗലാപുരത്ത് പോയി വാങ്ങിക്കോ. അല്ലാഹു ഈമാൻ പെരുമാറാൻ. ഇത് വെക്കാൻ സൗകര്യം ഉണ്ടല്ലോ. ഈ ഒരു കല്ല് നിന്റെ വീടിന്റെ അടുത്ത് അത് കുഴപ്പമില്ല. നിന്റെ ഭാര്യക്ക് നടുവേദനയില്ലേ? മാറണമെങ്കിൽ ഇതേ വഴിയുള്ളൂ. നിന്റെ ഉമ്മായിക്ക് വേദന ഉണ്ടായിരുന്നു, ഉമ്മാടെ നടുവിന് തേയ്മാനം ഉണ്ടായിരുന്നു, എല്ലിന് ഒന്നുമില്ല. കാരണം ഉമ്മ നല്ല ജോലിയല്ലേ, എക്സസൈസ്. ഉമ്മായിക്ക് എവിടെ എന്തെങ്കിലും രോഗം ഉണ്ടോ? പെണ്ണുങ്ങള് ശാസ്ത്രം എടുത്ത് നോക്ക്, ഡോക്ടർമാരോട് ചോദിക്ക്. ഇങ്ങനെ ചമ്മന്തി അരക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനെന്താ പറയാ? അമ്മി. ഇത് എക്സസൈസ്. അറ്റാക്ക് ഉണ്ടാവോ? ഉണ്ടാവില്ല. കൈയുടെയും നെഞ്ചിന്റെയും എക്സസൈസ് ആണ് ചമ്മന്തി അരയ്ക്കുക. ഇങ്ങനെ ആക്കുന്നത് നടുവിന്റെ എല്ലാ ജോയിന്റുകൾക്കും നല്ല എക്സസൈസ് ആയിരുന്നു. ഇതൊക്കെ പണ്ട് ഉമ്മായിക്കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉമ്മ 98 വയസ്സ് വരെ ജീവിച്ച്. നിന്റെ പെണ്ണുമ്പിള്ള 30 ആയപ്പോഴേ നടക്കുക. അള്ളാഹ് വേദനയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ കല്ല് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. എവിടെ ഉണ്ടോ? ചട്ടീനല്ലേ ഉണ്ടോ? ചട്ടി എവിടെ? ചോറ് വെക്കുന്നത് കരണ്ടില്ല. ഉസ്താദ്, ചോറ് വെക്കുന്നത് തന്നെ കരണ്ടില്ല. ഇല്ലേ? ആരുടെ വീട്ടിലെ ചട്ടിയുള്ളത്? വാങ്ങിച്ചു വയ്യും മോനെ, വന്ന വഴി മറന്നു പോകരുത്. ഫ്ലാറ്റിൽ പോയാലും അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ 4 കാര്യങ്ങൾ ബർക്കത്ത് വേണമെങ്കിൽ രാവിലെ ലോക്കട്ടെ മാർക്കറ്റ് ഉണ്ടോ? പോകണം. ഒരാട്ടുകുട്ടിയെ വാങ്ങണം, 2 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങണം, 1 ആട്ടുകല്ല് വാങ്ങണം, 2-3 ചട്ടിയും വാങ്ങണം. വീട്ടിലേക്ക് കടന്നു പോകും. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഉൻ മിൻ കുനൂസിൽ ജന്നാ, 4 കാര്യങ്ങൾ സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇത് മറച്ചു വെക്കണം. നീ പറഞ്ഞുകൊണ്ട് നടക്കരുത്. കാണുന്നവരോടെല്ലാവരും നീ പറയരുത്. നീ മറച്ചു വെക്കണം എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ 1-ാമത്തെ കാര്യമെന്താ? പ്രവാചകൻ അവിടുന്ന് പറയുന്നു, കതുബാനുൽ ഫാഖാ. ദാരിദ്ര്യമുണ്ടായാൽ ആരോടും പറയല്ലേ, മറച്ചു വെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിന്റെ വീടിന്റെ അകത്ത് നിനക്കും മക്കൾക്കും കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നീ ആരോടും പറയല്ലേ, നീ ആരോടും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. എന്റെ വീട്ടില് പട്ടിണിയാ, എന്റെ മക്കൾക്ക് തിന്നാനൊന്നുമില്ല, വല്ലാത്ത പ്രയാസമാണ്, കാണുന്നവരോട് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇസ്സത്തിന് നഷ്ടമുണ്ടാകുന്ന കാര്യമാണ്. അത് ഇസ്സത്തിന് നഷ്ടമുള്ള കാര്യമാണ്. അത് അറച്ചു വെക്കേണ്ട കാര്യമാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തുനബി തന്റെ വയറ്റിന് 2 കല്ലല്ലേ വെച്ച് കെട്ടിയത്? ആരോടെങ്കിലും തുറന്ന് കാണിച്ചോ ഞാൻ കല്ല് കെട്ടിക്കെട്ടാ നടക്കുന്നതെന്ന്? തന്റെ അനുചരന്മാര് മുഴുവനും ഒരു കല്ല് തന്റെ വയറ്റിൽ കെട്ടിവെച്ചിട്ട് നടന്നപ്പോ അള്ളാന്റെ റസൂല് 2 കല്ല് വെച്ചിട്ടാ നടന്നത്. പട്ടിണിയാണെന്ന് ആരോടും പറഞ്ഞില്ല. അതാ പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്കൂ. 3 മാസത്തോളം പ്രവാചകന്റെ വീടിന്റെ അകത്ത് ഭക്ഷണം വെച്ചിട്ടില്ല. 3 മാസത്തോളം അല്ലാഹുവേ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ വിറകിങ്ങനെ കൂട്ടിയിട്ടിട്ട് തീ കത്തിക്കുമായിരുന്നു. എന്തിനാണെന്നറിയോ? വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടാൽ ഈ വീടിന്റെ അകത്തുനിന്ന് ഭക്ഷണമുണ്ടെന്ന് നാട്ടുകാര് മനസ്സിലാക്കാറ് പടച്ചവനെ എന്നാലും അവര് പറയില്ലായിരുന്നു. പ്രവാചകന്റെ വീടിന്റെ അവസ്ഥ അതായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവേ ഒരു ദിവസം മുത്തുനബി വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ എനിക്ക് വിശക്കുന്നു, ആയിഷ കഴിക്കാൻ വല്ലതും താ ആയിഷ. റസൂലുള്ളാഹി ചോദിക്കുമ്പോ ആയിഷ ബീബി നിന്ന് കരയുകയാണ്. കാരണം കൊടുക്കാൻ തന്റെ വീടിന്റെ അകത്തൊന്നുമില്ല. ആയിഷ കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ ആയിഷ? അല്ലാഹുവേ മുത്തുനബിയുടെ ഭാര്യതാ മുഖം പൊത്തി പിടിച്ച് കരയുകയാ. കൊടുക്കാൻ പച്ചവെള്ളമില്ല വാപ്പാ. മുത്തുനബിക്ക് കൊടുക്കാൻ പച്ചവെള്ളം പോലും വീടിന്റെ അകത്തില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്ന് കരയുമ്പോ മുത്തുനബി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? തിന്നാനൊന്നുമില്ലെങ്കിലും നിനക്കല്ല എന്റെ കൂടെ നീയുണ്ടല്ലോ. വീടിന്റെ അകത്ത് പ്രവാചകൻ കിടക്കുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ മുത്തുനബി ഇങ്ങനെ ചുരുണ്ട് കിടക്കുമ്പോ പ്രവാചകന്റെ ഒട്ടിക്കിടക്കുന്ന വയറ് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്ത് ചെന്നിരുന്ന് വയറ്റത്ത് കൈവച്ചിട്ടിരുന്ന് കരയുകയാ. എന്റെ ഭർത്താവിന് ഒരു നേരം കൊടുക്കാൻ ഭക്ഷണവുമില്ല, വെള്ളം പോലും എന്റെ വീടിന്റെ അകത്തില്ലല്ലോ. കരയുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി ഞെട്ടിയുണർന്നു. എന്തേ ആയിഷ കരയുന്നത്? എന്തേ ആയിഷ കരയുന്നത്? ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ. മുത്തുനബി എന്തേ ദുആ ചെയ്തതെന്നറിയോ? അല്ലാഹുമ്മ അഈനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. ഒരു പാവപ്പെട്ടവനെ പോലെ എന്നെ ഈ ദുനിയാവിൽ ജീവിപ്പിക്കണം. ഒരു പാവപ്പെട്ടവനെ പോലെ എനിക്ക് മരണപ്പെടണം. ആയിഷ ബീവി ചിന്തിച്ചു പോയി, റബ്ബേ ഇതിനെക്കാളും ഇനി എന്ത് പട്ടിണിയാ? ഇതിനെക്കാളും എന്ത് പട്ടിണിയാ? സഹോദരാ, നീ പരാതി പറയുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകള് വീടിന്റെ അകത്ത് ഒരു റൊട്ടി ഉണ്ടാക്കി, ഒരു ചപ്പാത്തി ഉണ്ടാക്കി. കഴിക്കാൻ സമയമായപ്പോഴാണ് വാപ്പ വല്ലതും കഴിച്ചോ തമ്പുരാനെ? ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഫാത്തിമ ബീവി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് തന്റെ വാപ്പാടെ കയ്യിൽ ഒരു ചപ്പാത്തിയുടെ പകുതി കൊടുത്തു. ഒരു റൊട്ടി കഷ്ണം കൊണ്ടുപോയി വാപ്പയുടെ കയ്യിൽ കൊടുത്തു. വാപ്പ ഞാൻ ഉണ്ടാക്കിയതാ വാപ്പ. മുത്തുനബി നോക്കിയിട്ട് നിന്ന് കരയുകയാ. ഒരു റൊട്ടി കഷ്ടത്തിൽ നോക്കി നിന്നിട്ട് പ്രവാചകൻ കരയുകയാ. എന്തേ വാപ്പാ, എന്തേ വാപ്പാ കരയുന്നത്? തന്റെ പൊന്നാര മകളുടെ ചെവിയിൽ ലോകത്തിന്റെ നേതാവ് പറഞ്ഞു, ഫാത്തിമ 3 ദിവസത്തിന് ശേഷം നിന്റെ വാപ്പ കാണുന്ന ഒരു ഭക്ഷണമാണ്. 3 ദിവസം കൊണ്ട് നിന്റെ വാപ്പ പട്ടിണിയാണ്. ഇന്നാണ് നിന്റെ വാപ്പ ഒരു ഭക്ഷണം കാണുന്നത്. അവിടുന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു പോയെങ്കിൽ ദാരിദ്ര്യം ആരോടും പറയില്ലേ മോനെ. ഉസ്താദന്മാരോട് ദുആ ചെയ്യാൻ പറയുന്നത് തെറ്റല്ല, വഅലിന്റെ സദസ്സുകളിൽ പറയുന്നത് തെറ്റല്ല. അല്ലാതെ കാണുന്നവനോടും പോകുന്നവനോടും എനിക്ക് ഭക്ഷണമില്ല, എനിക്ക് പ്രയാസവാ, എനിക്ക് കടവാ പറയല്ലേ സഹോദരാ. മറച്ചു വെക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം. വന്നു പോയാ രക്ഷയില്ലല്ലോ, പോയാ രക്ഷയില്ലല്ലോ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളെ കാണാൻ ഉസ്മാൻ തങ്ങൾ ഉൾപ്പെടെ സ്വഹാബികൾ കടന്നു വന്നു. ചാരത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവേ ചെറിയ വീടിന്റെ അകത്ത് ഒന്നുമില്ലാതെ പെൺമക്കൾ വളർന്നു നിൽക്കുന്നു. വീടിന്റെ അകത്ത് ഇബ്നു മസ്ഊദ് തങ്ങളോട് ആ അവസ്ഥ കണ്ടിട്ട് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, മസ്ഊദേ ഞാൻ
ഞാൻ കുറച്ചു പൈസ തരട്ടെ, നിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഈ പെൺമക്കളെ കെട്ടിക്കണമല്ലോ, നിന്റെ കുടുംബത്തിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ, കുറച്ചു പൈസ ഞാൻ തരട്ടെ എന്ന് ചോദിക്കുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങളെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നിനക്കെങ്ങനെ തോന്നി എന്നോട് ചോദിക്കാൻ? നിനക്കെങ്ങനെ തോന്നി എന്നോട് ചോദിക്കാൻ? എന്റെ വീടിന്റെ അകത്തൊരു പ്രയാസവുമില്ല, എന്റെ മക്കളെ എങ്ങനെ കെട്ടിക്കുമെന്ന് എനിക്ക് യാതൊരു ഭയവുമില്ല. 3 പെൺമക്കളുള്ള ഒരു മനുഷ്യൻ പറഞ്ഞതാ, 5 നയാ പൈസ വീടിന്റെ അകത്തില്ല. ആ മനുഷ്യനാ പറഞ്ഞത്, എന്റെ മക്കളെ എങ്ങനെ കെട്ടിക്കുമെന്ന് എനിക്ക് ഭയമില്ല. അല്ലാഹുവേ, മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയില് സൂറത്തുൽ വാഖിഅ ഓതിയാൽ മരിക്കുന്നത് വരെ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് പറയുന്ന ഈ സൂറത്ത് ഏത് വീട്ടിലോടുന്നുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ സഹോദരാ, നിന്റെ വാപ്പയ്ക്ക് വീടുണ്ടായിട്ടാണോ പെണ്ണ് കെട്ടിയത്? ഇന്ന് പലരും വീട് വെച്ചിട്ടേ പെണ്ണ് കെട്ടാറോ, ജോലി കിട്ടിയാലേ പെണ്ണ് കെട്ടുകയുള്ളൂ. എങ്കിലും നിന്റെ വാപ്പയ്ക്ക് ഏക്കർ കണക്കിന് ജാഗയുണ്ടായിട്ടാണോ പെണ്ണ് കെട്ടിയത്? നിന്റെ വാപ്പ ഗൾഫുകാരനായിട്ടാണോ പെണ്ണ് കെട്ടിയത്? നിന്റെ പെങ്ങന്മാരെ വാപ്പയ്ക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ടാണോ കെട്ടിച്ചു കൊടുത്തത്? ഇല്ലടാ, 4ഉം 5ഉം 10ഉം പെൺമക്കളെ കെട്ടിച്ചു വിട്ട വാപ്പമാരുണ്ട്. പക്ഷേ ഇന്ന് വീടിന്റെ അകത്ത് 10 വയസ്സുള്ള 12 വയസ്സുള്ള മകളെ കാണുമ്പോ ഇവിടെ വളർന്നു വരുന്നു, ഇവിടെ കെട്ടിക്കണമെന്ന് പറഞ്ഞു രാവും പകലും രോഗം മറന്ന് പ്രായം മറന്ന് കഷ്ടപ്പെടുന്നവരെ നീ പൊന്നുമോളോട് പറഞ്ഞു കൊടുക്ക്, മോളെ വാക്യവോട്, മോളെ വാക്യവോട്, മരിക്കുന്ന കാലം വരെ നീ പേടിക്കണ്ട, അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ജോക്കട്ടിയുടെ പരിസരത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സ്നേഹികളായ പെണ്ണന്മാരെ 3 പ്രാവശ്യം വാക്യവോട്, ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു ദിവസം 3 പ്രാവശ്യം വാക്യവോടിയാ മരിക്കുന്ന കാലം വരെ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, സ്വർഗ്ഗത്തിന്റെ 1ാമത്തെ നിധി എന്താ? ദാരിദ്ര്യമുണ്ടെങ്കിൽ പറയാതെ മറച്ചു വെച്ചാൽ അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, 2 വേദനയുണ്ടായാ പറയരുത്. വേദനയുണ്ടായാൽ നിന്റെ ശരീരങ്ങൾക്ക് വേദനയുണ്ട്, ആരോടും പറയല്ലേ. ഒരു തലവേദന എടുത്താൽ 4 പേരോട് പറയുന്നവരാ. ഒരു തലവേദന എടുത്താൽ, ഒരു പല്ലുവേദന എടുത്താൽ, ഒരു നടുവിന് വേദന എടുത്താൽ, കയ്യിലോ കാലിലോ ഒരു വേദന എടുത്താൽ കാണുന്നവരോട് മുഴുവനും പറയുന്നവരാ. മോനെ മറച്ചു വെക്കലാ, മോനെ മറച്ചു വെക്കലാ, അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, മുത്തുനബിയുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാ. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട് നബിയേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട്. എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, നടന്നു പോകുന്ന വഴിയിൽ പോലും അതാ അപസ്മാരമെന്ന് പറയുന്ന രോഗം കൊണ്ട് ഞാൻ താഴെ വീഴുകയാ. വല്ലാത്ത വേദനയാ നബിയേ, വായിലൂടെ പതയും നരയും വരുന്നുണ്ട് നബിയേ, വല്ലാത്ത പ്രയാസമാണ് നബിയേ. മുത്തുനബിയുടെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? ഈ രോഗം മാറാ, ഈ
ഈ വേദന മാറാ എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പെണ്ണിനോട് ചോദിക്കുന്നു, പെങ്ങള് ഞാൻ ഈ ദുആ ചെയ്താ നിന്റെ വേദന മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ വേദന മാറും, അല്ല ഈ വേദന നീ മറച്ചു വെച്ചാ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണ്. അല്ലാഹുവേ മുത്തുനബി പറഞ്ഞ വാക്കാട് ദുആ ചെയ്താ വേദന മാറും, പക്ഷേ വേദന സഹിച്ചാൽ നിനക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് പറയുമ്പോ ആ പെണ്ണുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് എനിക്ക് വേദന സഹിക്കാൻ തയ്യാറാണ് നബിയേ, എനിക്ക് അല്ലാഹു സ്വർഗം തരുമെങ്കില്, എനിക്ക് അല്ലാഹു സ്വർഗം തരുമെങ്കില് ദുആ ചെയ്യുന്ന നബിയേ എന്റെ പ്രിയ എന്റെ വേദന മാറണ്ട, എന്റെ വേദന മാറണ്ട. മുത്തുനബിയോട് സ്വർഗം മതിയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു നടക്കുകയാ. വീണ്ടും ആ പെങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? വേദന മാറാനല്ല, വേദന മാറാനല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് നല്ലതുപോലെ കേട്ടോ. അല്ലാഹുവേ എന്റെ ചെറുപ്പക്കാര് മുട്ടിന്റെ മുകളിൽ ഔറത്ത് മറയ്ക്കാതെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, ഇറങ്ങിയ ഫർദയുമിട്ട് തന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വെളിയിൽ ആണുങ്ങൾക്ക് പ്രദർശനം നടത്തുന്ന എന്റെ നാട്ടിലെ പെണ്ണ്, ഈ അവസാനമെന്ന് പറയുന്ന രോഗം വരുന്ന പെണ്ണ് ലോകത്തിന്റെ നേതാവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ് എപ്പോഴെവിടെ വെച്ചാ ഈ രോഗം വരുന്നതെന്നറിയില്ല, ഈ രോഗം വന്നിട്ട് ഞാനങ്ങ് ബോധം കെട്ട് വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്ന നബിയേ, അന്യപുരുഷന്മാർ എന്റെ ഔറത്ത് കാണുന്ന നബിയേ, ബോധം കെട്ട് വീടുന്ന സമയത്ത് പോലും ഒരന്യ പുരുഷനും എന്റെ ഔറത്ത് കാണരുത്. അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുവോ നബിയേ? അവസാനമെന്ന് പറയുന്ന രോഗം പിടിച്ച് പിടഞ്ഞ് താഴെ വീടുമ്പോ തന്റെ ഔറത്ത് വെളിവായ അന്യപുരുഷന്മാര് കാണുമെന്ന ഭയത്തോട് ആ പെണ്ണ് പറയുന്നുള്ളാഹുവേ എപ്പ രോഗം വന്നു വീണാൽ എന്റെ ഔറത്ത് മറച്ചു തരാൻ അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യൂ. എന്റെ പെങ്ങളെ സഹിക്ക് പൊന്നുമോള്, നിനക്ക് തലവേദനയുണ്ടോ, വയറുവേദനയുണ്ടോ, നടുവേദനയുണ്ടോ, കാൽമുട്ട് വേദനയുണ്ടോ, എന്ത് വേദനയാണെങ്കിലും അല്ലാഹുവോട് പറ. ഏറ്റവും വലിയ ഡോക്ടർ അല്ലാഹുവല്ലേ, ഒരു മരുന്നും അല്ലാഹുവിന് വേണ്ടല്ലോ. അല്ലാഹുവല്ലേ രോഗം തരുന്നത്, അല്ലാഹുവല്ലേ രോഗം തരുന്നത്, അത് മാറ്റിത്തരാനുള്ള കഴിവ് അല്ലാഹുവിനല്ലേ. അതുകൊണ്ട് മോനെ പടച്ചവനോട് പറ, നാട്ടുകാരോട് പറയില്ലേ, മറച്ചു വെച്ചോ, അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാലാമത്തെ കാര്യമെന്താ? കതുമാനുൽ മുസീബ, കതുമാനുൽ മുസീബ. വിപത്തുണ്ടായാൽ, വിപത്തുകളുണ്ടായാൽ നീ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, അത് മറച്ചു വെക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നാൽ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നാ പിന്നെ പത്രത്തിൽ പരസ്യം കൊടുത്തതുപോലെ പടച്ചവനെ എല്ലാവരും അറിയുകയാണ്. എന്തിനാ സഹോദര? അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമല്ലേ, പടച്ചറപ്പിന്റെ ഒരു പരീക്ഷണമല്ലേ. എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? ചരിത്രത്തിൽ കാണാ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല, എനിക്ക് ആ രോഗത്തെ കുറിച്ച് അറിയില്ല. പണ്ട്
പ്ലേഗ് എന്ന് പറയുന്ന രോഗമുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് വീണ് മരിച്ചു പോകുന്ന രോഗമാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു തന്റെ നാട്ടിലെ പ്ലേഗ് എന്ന് പറയുന്ന രോഗം ഇങ്ങനെ പടരുകയാണ്. എല്ലാവരും പേടിച്ച് നാട് വിടുകയാണ്. എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് നാട് വിടുകയാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അവിടെ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഓടുന്നത്? നിങ്ങൾ എന്തിനാ ഓടുന്നത്? പ്ലേഗ് എന്ന് പറയുന്ന രോഗം അല്ലാഹുവിന്റെ പരീക്ഷണമാ. അതൊരു അനുഗ്രഹമാണല്ലോ, അനുഗ്രഹമാണല്ലോ. നബി പറഞ്ഞത് എന്തെന്നറിയുമോ? 6 രീതിയിൽ മരിച്ചാൽ ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 6 രീതിയിൽ മരിച്ചാൽ ഷഹീദിന്റെ കൂലിയുണ്ട്. ആ രോഗങ്ങളിൽ അല്ലാഹുവേ ഒന്നാമത്തെ രോഗമേതാ? 5 നേരം നിസ്കരിക്കുന്ന പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യർ പ്ലേഗ് വന്നു മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഈ പ്ലേഗ് എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, ഇത് നിന്റെ അനുഗ്രഹമാണല്ലോ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന രോഗമാണല്ലോ, ഇതെനിക്കും എന്റെ ഭാര്യ മക്കൾക്കും നീ നൽകണേ അവിടുന്ന് ദുആ ചെയ്യുകയാ. ജനങ്ങൾ മുഴുവനും നാട് വിടുന്നു, റബ്ബിനോട് ദുആ ചെയ്യുന്നു, പടച്ചവരേ ഈ രോഗം എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും തരണേ പടച്ചവനെ അവിടുന്ന് ദുആ ചെയ്തു. 2 മക്കളാണുള്ളത്, 2 പേരും യുവാക്കളാണ്. ഒരുപാട് യുദ്ധത്തിന് പങ്കെടുത്ത ചെറുപ്പക്കാരാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന 2 പൊന്നാര മക്കൾക്കും പ്ലേഗ് എന്ന് പറയുന്ന രോഗം വിളിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് വാപ്പതന്റെ മക്കളെ കാണാൻ ചെന്നു. വാപ്പതന്റെ മക്കളെ കാണാൻ ചെന്നു. വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് പിടയുന്ന മക്കളുടെ ചാരത്ത് ചെന്ന് ചോദിക്കുകയാണ്. മക്കളുടെ ചാരത്ത് ചെന്ന് ചോദിച്ചു, എങ്ങനെ എന്റെ മക്കളെ? അല്ലാഹുവേ 2 പേർക്കും പരാതിയില്ല, പരിഭവമില്ല. 2 പേരും പറഞ്ഞു, വാപ്പാ ഷഹീദിന്റെ കൂലി അല്ലാഹു തരുമല്ലോ, ഞങ്ങൾക്കൊരു പരാതിയുമില്ല. 2 മക്കളും വീടിന്റെ അകത്ത് കിടന്ന് കരയുമ്പോ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറഞ്ഞതെന്തെന്നറിയുമോ? അൽ ഹഖ് മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുൻകരീൻ. അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് അവിടുന്ന് പറഞ്ഞു കൊടുത്ത് 2 മക്കളും അങ്ങ് മരണപ്പെടുകയാ. കൊണ്ടുപോയി കബറടക്കി. 2 ഭാര്യമാരുണ്ട്, 2 ഭാര്യമാരുണ്ട്. 2 പേർക്കും അല്ലാഹുവേ രോഗം പിടിപെടുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് മരണപ്രാളത്തിൽ പിടയുകയാ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു 2 പേരോടും അവിടുന്ന് പൊരുത്തം കൊടുക്കുകയാ. 2 പേരോടും യാത്ര പറയുകയാ. എന്നിട്ട് പറഞ്ഞു, ഇന്ന് വരെ നിങ്ങൾ 2 പേരോടും ഞാൻ വേർതിരിവ് കാണിച്ചിട്ടില്ല. നിങ്ങൾ 2 പേരോടും ഞാൻ വേർതിരിവ് വരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ മരിച്ചാ നിങ്ങളെ 2 പേരെയും ഒരേ കബറിന്റെ അകത്താനാ കബറടക്കുന്നത്. ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് യാത്ര പറയുകയാ. പടച്ചവനെ 2 ഭാര്യമാരെയും ഒരേ കബറിന്റെ അകത്ത് തന്നെ കബറടക്കി. അവസാന സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന രോഗം പിടിച്ചിട്ട് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മുന്നെടുക്കുമ്പോ എല്ലാവരും അടുത്തേക്ക് കിടന്നു വന്നു. കിടന്ന് ചിരിക്കുകയാണ് വാപ്പാ, കിടന്ന് ചിരിക്കുകയാണ് ചെറുപ്പക്കാരാ. എന്തിനാ തങ്ങളെ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ സ്വർഗം എനിക്ക് ലഭിക്കുമല്ലോ, എനിക്ക് അല്ലാഹു സ്വർഗം തരുമല്ലോ, എന്നെ കൊണ്ടുപോകാ അല്ലാഹുവിന്റെ മലക്കുകൾ വരുമല്ലോ. അവിടെ നിന്ന് ചിരിച്ചു കളിച്ചുകൊണ്ട് യാത്രയാകുന്ന ചരിത്രം പറയുമ്പോ